അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാവങ്ങളാണ് പല പ്രവാസികളും. പ്രവാസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം തൻ്റെ കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം വേണ്ട എന്ന് വെച്ചവർ. ജീവിതത്തിൻ്റെ നല്ല സമയത്ത്, നല്ല പ്രായത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത് തൻ്റെ കുടുംബം സന്തോഷത്തോടുകൂടി ജീവിക്കണം, തൻ്റെ കുടുംബം സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ള സ്വപ്നവുമായി സ്വന്തം സുഖങ്ങളും സ്വന്തം സന്തോഷങ്ങളും സ്വന്തം ആഗ്രഹങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് മണലാരുണ്യത്തിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നവർ അവിടെ എത്തി ജോലിയൊക്കെ അന്വേഷിച്ച് ഒരു ജോലി കണ്ടെത്തി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കിട്ടുന്ന വരുമാനം മുഴുവൻ തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുത്ത് താൻ അല്പം കഷ്ടപ്പെട്ടാലും, താൻ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, താൻ അല്പം വേദനിച്ചാലും തൻ്റെ കുടുംബം നാട്ടിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് പല പ്രവാസികളും. അങ്ങനെ കിട്ടിയ വരുമാനമൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു, നാട്ടിൽ സ്ഥലം വാങ്ങുന്നു, വീട് വെക്കുന്നു, മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കുന്നു, പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നു. അങ്ങനെ തൻ്റെ ബാധ്യതകളും മറ്റുമൊക്കെ നിർവഹിച്ച് അപ്പോഴേക്കും പ്രായമായി, ഇനി ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരുപാട് രോഗങ്ങൾ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രായമായതിൻ്റെ പേരിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ഏതായാലും കുഴപ്പമില്ല, താൻ ഇത്രയും കാലം നന്നായി അധ്വാനിച്ചല്ലോ, തൻ്റെ കുടുംബത്തെ ഒരു കരയിലെത്തിച്ചല്ലോ, തൻ്റെ കുടുംബത്തെ പച്ച പിടിപ്പിച്ചല്ലോ, ഇനി നാട്ടിൽ പോയാലും തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ തന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കാരണം ഇത്രയും കാലം ഞാൻ എൻ്റെ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വേണ്ട എന്ന് വെച്ചത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയല്ലേ എന്നുള്ള ചിന്തയിൽ അവസാനം ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വിമാനം കയറി. അങ്ങനെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അവഗണന നേരിടേണ്ടി വരുന്നവരാണ് പലപ്പോഴും പല പ്രവാസികളും. താൻ ആർക്കു വേണ്ടിയാണോ തൻ്റെ ആരോഗ്യം ചെലവഴിച്ചത്, തൻ്റെ ആയുസ്, തൻ്റെ സമയം ചെലവഴിച്ചത്, അവർ തന്നെ കുറ്റപ്പെടുത്തുന്ന, തന്നെ തള്ളിപ്പറയുന്ന, തന്നെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഇന്ന് പല പ്രവാസികളും നേരിടുന്ന വലിയൊരു പ്രയാസം തന്നെയാണ്, വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അള്ളാഹു പ്രവാസികൾക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു പ്രവാസിയെക്കുറിച്ചുള്ളൊരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരു പ്രാദേശിക ന്യൂസ് ചാനലിൽ വന്ന ഒരു വാർത്ത. തെക്കൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. ഒരു പ്രായമായൊരു ഉപ്പ, നല്ല പ്രായം മുഴുവൻ അദ്ദേഹം സൗദി അറേബ്യയിൽ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു, കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തിച്ചു. മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നാട്ടിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു. ഈ സ്ഥലവും വീടും ഒക്കെ മക്കളുടെയും ഭാര്യയുടെയൊക്കെ പേരിലാണ്. നാട്ടിൽ വാഹനം വാങ്ങി. അവസാനം പ്രായമായപ്പോൾ ഇനി നിൽക്കാൻ കഴിയില്ല, ഇനി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഒരുപിടി രോഗങ്ങളുമായി നാട്ടിലേക്ക് മടങ്ങിയെത്തിയതാണ്. നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം വിചാരിച്ചത് തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ പൊന്നുപോലെ നോക്കുമെന്നാണ്. സാധാരണ ഇടയ്ക്കിടെ 1-2 വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ എയർപോർട്ടിലേക്ക് മക്കൾ കൂട്ടാൻ വരുന്നു. വീട്ടിലെത്തിയാൽ മക്കളുമായി വളരെ സന്തോഷത്തോടുകൂടെ ഭാര്യയും മക്കളുമായി ഏതാനും 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ ചെലവഴിക്കുന്നു. ആ സമയത്ത് കറങ്ങാൻ പോകുന്നു. ആ ഒരു സന്തോഷ ദിനങ്ങളൊക്കെ സ്വപ്നം കണ്ട് ഇനി തൻ്റെ മക്കൾക്ക് ഇപ്പം നല്ല നിലയിലാണ്, എല്ലാവരും ജോലിക്കാരാണ്, ഇനി തന്നെ നോക്കും, പൊന്നുപോലെ നോക്കുമെന്ന് ചിന്തിച്ച് നാട്ടിലെത്തിയ ഒരു ഉപ്പ, ആ ഉപ്പയോട് ഭാര്യയും മക്കളും ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളുണ്ട്. അദ്ദേഹത്തെ നോക്കുന്നില്ല, ചികിത്സിക്കുന്നില്ല, അദ്ദേഹം പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഒരു വേലക്കാരനെ പോലെ കാണുന്നു. വീട്ടിലെ ജോലികളൊക്കെ പ്രായമായ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഭാര്യയ്ക്ക് സമയമില്ല, മക്കൾക്ക് സമയമില്ല, അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നില്ല. ഒരു വട്ടം ചുടുവെള്ളം എന്ന് ചോദിച്ച സമയത്ത് ചുടുവെള്ളം കൊണ്ടുവന്നു. ആ സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോയത്രേ. ആ തിളച്ച വെള്ളം അദ്ദേഹത്തിൻ്റെ കാലിലൂടെ അങ്ങോട്ട് ഒഴിച്ച് കാലൊക്കെ വെന്ത് പഴുത്തിട്ടുള്ള ഒരു പ്രായമായൊരു ഉപ്പ. വല്ലാത്ത സങ്കടം തോന്നി അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരമൊക്കെ കണ്ട സമയത്ത്. അദ്ദേഹം കരഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല. അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തേക്ക് കയറാതെ അദ്ദേഹം വീട്ടിന് പുറത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം വീട്ടിനൊക്കെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഭാര്യയും മക്കളൊക്കെ ചീത്ത പറയുമെന്നുള്ളതാണ്. ഭാര്യയും മക്കളും ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അനിയൻ അദ്ദേഹത്തിന് 2-3 ദിവസം മുമ്പ് ഭക്ഷണവുമായി ചെന്നത്ര. അദ്ദേഹം പട്ടിണി കിടക്കുകയാണ്, ഭാര്യയും മക്കളും ഒന്നും കൊടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഭക്ഷണവുമായി ചെന്നു. അദ്ദേഹത്തിന് കഴിക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഈ അനിയൻ ഭക്ഷണം വെച്ചു കൊടുത്തപ്പോൾ സ്വന്തം ഭാര്യ അത് തട്ടിത്തെറിപ്പിക്കുന്ന അതിൻ്റെയും ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. വല്ലാത്ത കഷ്ടം തന്നെയാണ്, വല്ലാത്ത സങ്കടം തന്നെയാണ്. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. ഇനി എത്ര വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാലും
ഇത്രയും കാലം ഇവർക്ക് വേണ്ടി അധ്വാനിച്ച് ഈ ഉപ്പാക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും മക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ, മക്കൾ ഉപ്പയെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ, ഭാര്യ ഉപ്പയെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അത് വല്ലാത്ത കഷ്ടം തന്നെയല്ലേ? അവർ ചെയ്യുന്ന ക്രൂരത തന്നെയല്ലേ? അവർ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ഈ ഉപ്പ മണലാരുണ്യത്തിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അവരുടെ വീട്, അവരുടെ വിദ്യാഭ്യാസം, അവർ നിലവിൽ ആ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത ജോലിയും അവർ സഞ്ചരിക്കുന്ന വാഹനം ഒക്കെ ഈ ഉപ്പയുടേതാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ മീഡിയക്കാർ ഉപ്പയെ ചെന്ന് കാണുന്ന സമയത്തും ആ വീട്ടിൽ ആരുമില്ല. അപ്പോൾ എന്നും രാവിലെ മക്കളും ഉമ്മയൊക്കെ ആയിട്ട് കാറിൽ ഇങ്ങനെ പോകും. വൈകുന്നേരം സമയത്താണ് അത്ര വരിക. ഈ സുഖമില്ലാത്ത ഈ ഉപ്പാനെ ഇവിടെ ഇട്ട് അവരെന്നും രാവിലെ കറങ്ങാൻ പോകും. കറങ്ങാനോ എവിടേക്കോ പോകും, വൈകുന്നേരമാണ് വരിക എന്ന് നാട്ടുകാരൊക്കെ ഇവരെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ നാട്ടുകാരും അതുപോലെ വാർഡ് മെമ്പറും ഒക്കെ ഈ ഭാര്യയെയും മക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർ തിരിച്ച് ചൂടാവുകയാണ്. അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ അവരതിന് തയ്യാറാവുന്നില്ല എന്നൊക്കെ നാട്ടുകാരും അവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ പറയുന്നു. ഒരു പാവപ്പെട്ട ഒരു പ്രവാസിയുടെ അവസ്ഥയാണ്. ഇത്രയും കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, ആ കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം വേണ്ട എന്ന് വെച്ച് മണലാരുണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തെ ഒരു നിലക്കാക്കി അവസാനം പ്രായമായി തിരിച്ചു വരുമ്പോൾ ആ പ്രായമായ ഉപ്പാനെ നോക്കാൻ മക്കൾക്ക് കഴിയില്ല, ഭാര്യയ്ക്ക് കഴിയില്ല. ഇതാണ് പല പ്രവാസികളുടെയും അവസ്ഥ. ഈ കറവ് പശുക്കളെ പോലെയാണ്. ഈ പാല് കിട്ടുന്ന സമയത്ത് മാക്സിമം അതിങ്ങനെ പിഴിഞ്ഞെടുക്കും. അതേപോലെ തന്നെയാണ് ഈ പ്രവാസികൾ. അവർക്ക് വരുമാനം ഉണ്ടാകുന്ന സമയത്ത് അത് മാക്സിമം അതൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അവസാനം കറവ് പറ്റുന്ന സമയത്ത്, പ്രായമാകുന്ന സമയത്ത്, ഇതുകൊണ്ട് ഒന്നും ഉപകാരമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഈ കറവ് പറ്റിയ പശുക്കളെ ഒരു വിലയില്ലാത്തതുപോലെ ഈ ഉപ്പുപാരയും ഒരു വിലയില്ലാതെ റോട്ടിലേക്ക് അഴിച്ചു വിടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു എന്ന് പറയുന്നൊരവസ്ഥ, അതില്ലെങ്കിൽ മർദ്ദിച്ച് അവരവശരാക്കുന്നതൊക്കെ ഒരവസ്ഥ. ഇത് ഒന്ന് രണ്ട് പ്രവാസികളുടെ അല്ല, എത്രയോ പ്രവാസികളുടെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അള്ളാഹു പ്രവാസികളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്ന് ആലോചിക്കുക, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കരുണ ചെയ്യുന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊക്കെ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ഒന്നും കാണാതെ പോകുന്നില്ല. ഇതൊക്കെ പേരിൽ കേട്ട് നോക്കുമ്പോൾ ഒരു മുസ്ലിം കുടുംബമാണ് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ വേഷവിധാനമൊക്കെ കാണുമ്പോൾ ആ ഭാര്യ ആ ഭർത്താവിനെ ഭക്ഷണമൊക്കെ തട്ടിമാറ്റുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ഇസ്ലാമായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷേ ദീനീബോധം തീരെ ഉണ്ടാവില്ല, പേരിൽ മാത്രമായിരിക്കും ഈ മുസ്ലിമും ഇസ്ലാമൊക്കെ ഉണ്ടാവുള്ളൂ. ഏതായാലും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്ന് ആലോചിക്കുക, നമ്മൾ ആരെ വേദനിപ്പിച്ചാലും അതിൻ്റെയൊന്നും അനന്തരഫലം നമ്മൾ അനുഭവിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അത് സ്വന്തം ഉപ്പയാണെങ്കിൽ, സ്വന്തം ഉമ്മയാണെങ്കിൽ എന്തായാലും അള്ളാഹു നമുക്ക് അതിനേക്കാളും വലുത് ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹു നമുക്ക് തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു ബോധത്തോടു കൂടെ തന്നെ ജീവിക്കുക. ഇനി ഈ ഭൂമിയിൽ നിന്നല്ലെങ്കിൽ മരണം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം നമുക്കുണ്ട്, ഖബർ എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, മഹ്ശർ എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, സ്വർഗം നരകമൊക്കെ ഉള്ളതാണ്. അള്ളാഹു എന്തായാലും വെറുതെ വിടില്ല. അള്ളാഹു ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ അള്ളാഹു സമാധാനം നൽകട്ടെ. എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നല്ല രീതിയിൽ അവരെയൊക്കെ പരിചരിക്കാനും അവരുടെയൊക്കെ തൃപ്തി കരസ്ഥമാക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.